Dear students, so welcome to Banking Introduction chapter. നമ്മൾ ഈ ഷോർട്ട് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ബാങ്ക്. സോ എന്താണ് ബാങ്ക്? നമുക്കറിയാം, ബിസിനസ് ആയിക്കോട്ടെ, നോൺ ബിസിനസ് ആയിക്കോട്ടെ, ഹൗസ് ഹോൾഡ് ആയിക്കോട്ടെ, അല്ലേ, എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെയും സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഫിനാൻസാണ്, മണിയാണ്. ക്ലിയർ? മണി ലൈഫ് ബ്ലഡ് ആയിട്ടാണ് നമ്മൾ പറയുക, അല്ലേ? സോ മണി ഈസ് റിഗാർഡഡ് ആസ് എ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. ബിസിനസ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി, കോമേഴ്സ്, ട്രേഡ്, ക്ലിയർ, എല്ലാം ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ബിസിനസ് മാത്രമല്ല, നോൺ ബിസിനസ് ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, ഹൗസ് ഹോൾഡ് ആയിക്കോട്ടെ, അല്ലേ, സോഷ്യൽ ആക്ടിവിറ്റി ആയിക്കോട്ടെ, എക്കണോമിക് ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഇതെല്ലാം ആക്ടിവിറ്റി പെടുന്നത് എന്തിൻ്റെ ഫലമായിട്ടാണ്? ഫിനാൻസിൻ്റെ ഫലമായിട്ട്. സോ ഫണ്ട് ഈസ് റിക്വയർഡ് ഇൻ എവ്രിവെയർ. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഫിനാൻസിനെ ലൈഫ് ബ്ലഡ് ആയിട്ട് പറയാറുണ്ട്. ക്ലിയർ? ദെൻ നമുക്കറിയാം, ഈ ലൈഫ് ബ്ലഡ് ആയിട്ടുള്ള ഫിനാൻസ് അല്ലെങ്കിൽ മണി സപ്ലൈ ഉറപ്പ് വരുത്തുന്ന, മണി സർക്കുലേഷന് സഹായിക്കുന്ന, മണി സർക്കുലേഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസിനെയാണ് ബാങ്കുകൾ എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ബാങ്കുകൾ, അല്ലേ, ബാങ്കിൻ്റെ പ്രത്യേകത, ബാങ്കിങ് സെക്ടറിൻ്റെ പ്രാധാന്യം, ക്ലിയർ, നമ്മൾ നോക്കുകയാണെങ്കിൽ മോഡേൺ ബിസിനസ്സിൻ്റെയൊക്കെ ബാക്ക് ബോൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? സോ ഡെവലപ്മെൻറ്റ് ഓഫ് എനി കൺട്രി മെയിൻലി ഡിപ്പെൻഡ് അപ്പോൺ ഡെവലപ്മെൻറ്റ് ഓഫ് ബാങ്കിങ് സിസ്റ്റം. കാരണം എന്താ? ക്രെഡിറ്റ്, അല്ലേ, സേവിങ്സിൻ്റെ മൊബിലൈസേഷനും ക്രെഡിറ്റിൻ്റെ ഡിസ്പേഴ്സ്മെൻറ്റും അതിൻ്റെ അലോക്കേഷനും ഇതെല്ലാം സാധ്യമാക്കുന്നത് ബാങ്കിങ്ങിലൂടെയാണ്. ക്ലിയർ? സേവേഴ്സ്, സേവ് ചെയ്യുന്ന ആളുകളുടെ കൈവശത്ത് നിന്നും പൈസയെ വാങ്ങിച്ച് അതിനെ ചാനലൈസ് ചെയ്ത് യൂസേഴ്സ് അല്ലെങ്കിൽ നീഡി ആയിട്ടുള്ള ആളുകളിലേക്ക് അത് എത്തിക്കുന്നതിന് ആര് സഹായിക്കുന്നു? ബാങ്കേഴ്സ് സഹായിക്കുന്നു. അത്തരത്തിലുള്ളൊരു ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ആയിട്ടും, ഒരു ചാനലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയിട്ടും, മണി സർക്കുലേഷനും മണി പ്രൊവിഷനും ഒക്കെ ചെയ്യുന്ന ഏജൻസി ആയിട്ടൊക്കെ നമുക്ക് ബാങ്കിനെ പറയാൻ പറ്റും. ഓക്കെ, സോ ഇനി ബാങ്കിൻ്റെ ഒറിജിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ദ ടേം ബാങ്ക് ഈസ് ഡിറൈവ്ഡ് ഫ്രം an Italian word banca. Clear? BANCA. So it is banca, BANC, banca. അതുപോലെ തന്നെ ഫ്രഞ്ച് വേർഡ് ഉണ്ട്, ഫ്രഞ്ച് വേർഡ് ദാറ്റ് ഈസ് കോൾഡ് BANQUE, ബാങ്ക്. ക്ലിയർ? അപ്പോൾ ഈ ബാങ്ക് എന്ന് പറയുന്ന BANQUE ആണ്. ക്ലിയർ? ഇത് ഫ്രഞ്ച് വേർഡാണ്. ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ വേർഡാണ്. ഓക്കെ, അതുപോലെ ഫ്രഞ്ച് വേർഡിൽ തന്നെ BANK എന്ന് പറയുന്ന ഒരു വേർഡും ഉണ്ട്. ക്ലിയർ? ഇതിൻ്റെ എല്ലാം അർത്ഥം മീൻ ചെയ്ത് വരുന്നത് വിച്ച് മീൻ എ ബെഞ്ച്. ക്ലിയർ? ബാങ്ക എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ വേർഡിന് അർത്ഥം ബെഞ്ച് എന്നാണ്. അതുപോലെ ബാങ്ക് ഫ്രഞ്ച് വേർഡിൻ്റെ മീനിങ് ബെഞ്ച് എന്നുള്ളതാണ്. ക്ലിയർ? മണി എക്സ്ചേഞ്ച് ടേബിൾ അല്ലെങ്കിൽ ബെഞ്ച് എന്നുള്ള അർത്ഥത്തിലാണ് ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് പഴയ കാലത്ത്. ക്ലിയർ? അതിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്നപ്പോഴാണ്, ക്ലിയർ, യൂറോപ്പിലേക്ക് വരുമ്പോഴാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ മണി ലെൻഡേഴ്സ്, ഗോൾഡ് സ്മിത്ത് എന്നൊക്കെ നമ്മൾ പറയും, അവർ മണി ചേഞ്ചേഴ്സ് അല്ലെങ്കിൽ മണി ലെൻഡേഴ്സ്, അവരാണ്, ക്ലിയർ, പിന്നീട് എന്ത് ചെയ്തത്, ഇംഗ്ലണ്ടിലേക്കൊക്കെ വരുന്ന സമയത്ത്, ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് തന്നെ ബാങ്ക് അല്ലെങ്കിൽ ബാങ്കിങ് എന്നുള്ള ടേമിലേക്ക് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇറ്റാലിയൻ, ഫ്രഞ്ച് എന്നൊക്കെ ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ള വേർഡ് പിന്നീട് ഇംഗ്ലീഷിലേക്ക് ഉപയോഗിച്ച് വന്നപ്പോൾ ബാങ്ക്, BANK, ബാങ്ക്, ക്ലിയർ, എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി. അത് ബാങ്കിങ് ആയിട്ട് മാറി. എനിവേ, ഇപ്പം ഇതിനെ സംബന്ധിച്ചുള്ള ചെറിയ ഒന്ന് രണ്ട് പോയിന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. യൂറോപ്യൻ മണി ലെൻഡേഴ്സ് or money changers used to display coins of different countries in a big heap, clear, or quantity on a benches or a table for the purpose. Clear? ഇതിനെ നമ്മൾ മണി ചേഞ്ച് ടേബിൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. ക്ലിയർ? ബെഞ്ച്
അപ്പോൾ ഇൻ ഓൾഡൻ ഡേയ്സ് പ്രത്യേകിച്ച് ഇറ്റലിയിലുള്ള ജൂതന്മാർ, ജൂയിഷ് പീപ്പിളെല്ലാം ക്ലിയർ, അവരുടെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ ജൂതന്മാരുടെ അല്ലെങ്കിൽ ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ നമുക്കറിയാൻ പറ്റും. അവരുടെ പാരമ്പര്യമായിട്ടുള്ള തൊഴിലെന്ന് പറയുന്നത് കച്ചവടമാണ്, ട്രേഡാണ്, മണി ലെൻഡിങ് ആൻഡ് ട്രേഡിങ്. അങ്ങനെ ഒരു ബിസിനസ് പീപ്പിളാണ് ജൂയിഷ് കമ്മ്യൂണിറ്റി. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഒരു സ്ഥലത്ത് നിൽക്കാതെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും, യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കും ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിലും ഒക്കെ അവർ സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അവരുടെ സഞ്ചാര പദത്തിനിടയിൽ ഈ യൂറോപ്പിലെല്ലാം അവർ ട്രേഡിങ് ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്ന സമയത്ത്, മണി ചേഞ്ചിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലേ, ട്രസ്റ്റി വർത്തിയായിട്ടുള്ള കുറച്ച് ആളുകളെ അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ ഏൽപ്പിക്കുമായിരുന്നു. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന ആളുകൾ അവരെന്ത് ചെയ്യുമായിരുന്നു? ഒരു പ്രത്യേക പ്ലേസിൽ, ക്ലിയർ, മാർക്കറ്റ് പ്ലേസസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേക കോമൺ പ്ലേസുകളിൽ ക്ലിയർ ഒരു ബെഞ്ച് പോലെയുള്ള ഒരു മണി ചേഞ്ചിങ് ടേബിൾ ഇട്ട് അവിടെ അവരുടെ റിസോഴ്സസ് മുഴുവൻ കുമിഞ്ഞു കൂട്ടി ഇടും. ക്ലിയർ. അപ്പോൾ ഒരു ബെഞ്ച് പോലെയുള്ള ഒരെണ്ണത്തിൽ അവരെന്ത് ചെയ്യുന്നു? സോ ദേ വിൽ പ്ലേസ് ഓൾ ദെയർ റിസോഴ്സസ് ക്ലിയർ ഇൻ ഇറ്റ്. അപ്പോൾ ക്ലിയർ, ഇങ്ങനെ കുമിഞ്ഞു കൂട്ടി ഇട്ട് വെച്ചിട്ടുണ്ടാവും, ഹീപ്പ് ഓഫ് റിസോഴ്സസ്. ക്ലിയർ. നേരത്തെയൊക്കെ കോയിൻസ് ആണ് അല്ലേ, ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ മുദ്രണം ചെയ്തിട്ടുള്ള കോയിൻസ് ഒക്കെയാണ്. ക്ലിയർ, പഴയ നാണയങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ ബെഞ്ചിൽ ഇവിടെ ആളുകൾ ഇരിക്കും. ഓക്കെ, എന്നിട്ട് അവരെന്ത് ചെയ്യും? ദേ വിൽ മേക്ക് യൂസ് ഓഫ് ദിസ്. ക്ലിയർ. കുറച്ച് ആൾക്കാർ, അവർ ട്രേഡേഴ്സ്, അവരെന്ത് ചെയ്യും? അവരുടെ കൈവശമുള്ള കോയിനുമായിട്ട് ഇവരെ അപ്രോച്ച് ചെയ്യും. ക്ലിയർ. അവരുടെ കൈവശമുള്ള കോയിൻസ് ഇവിടെ കൊടുക്കും. ചിലപ്പോൾ ഇത് ഡിപ്പോസിറ്റായിട്ട് സ്വീകരിച്ചവിടെ എടുത്തു വയ്ക്കും. അവരാവശ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും? തിരിച്ചു കൊടുക്കുകയും ചെയ്യും. ചിലപ്പോൾ ഒരു രാജ്യത്തേക്കുള്ള കോയിനായിരിക്കും അവരുടെ കൈവശം ഉണ്ടാവുക. അവർക്ക് വേറൊരു രാജ്യത്തിൻ്റെ കോയിൻ വേണമെങ്കിൽ എന്ത് ചെയ്യും? അത് അവിടെ നിന്ന് കൊടുക്കും. ക്ലിയർ. ഇങ്ങനെ ഓരോ രാജ്യങ്ങളിലും ഓരോരോ കോയിനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മണി ചേഞ്ചിങ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. ക്ലിയർ. അപ്പോൾ ട്രേഡേഴ്സ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ട്രേഡിങ്ങിന് പോകുമ്പോൾ അല്ലേ, അല്ലെങ്കിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർക്ക് അവിടുത്തെ രാജ്യത്തുള്ള പൈസ കൊടുക്കണം. അവരുടെ കൈവശമാണെങ്കിൽ അങ്ങനെയുള്ള പൈസ ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ആൾക്കാരെ, ഇത്തരത്തിലുള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്ത് അവരിൽ നിന്ന് ഇത് കടം വാങ്ങിച്ചിട്ടാണ് പോവുക. കടം വാങ്ങിക്കുക മീൻസ് അവരുടെ കയ്യിലുള്ള പൈസയുള്ള കൊടുക്കുന്നു, എന്നിട്ട് ഇതിന് പകരമായിട്ട് ഇത് കൊണ്ടുപോയി കൊടുക്കും. ക്ലിയർ. ഇങ്ങനെ മണി ചേഞ്ചിങ്ങും സാധാരണഗതിയിൽ നടന്നിരുന്നു. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ച് ലണ്ടനിലെല്ലാം ഗോൾഡ് സ്മിത്ത് എന്ന് പറയും, അവർ ഇങ്ങനെയുള്ള ഏർപ്പാടൊക്കെ, ക്ലിയർ, ഗോൾഡ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റിസോഴ്സസിനെയൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു. ക്ലിയർ. അതിന് പകരമായിട്ട് റെസീറ്റ് പോലെയൊക്കെ അവർ കൊടുക്കുമായിരുന്നു. ക്ലിയർ. അതാണ് പിന്നീട് ചെക്കുകളായിട്ട് മാറിയത്. ഓക്കെ, എനിവേ ഇത്തരത്തിലുള്ള ഒരു ഏർപ്പാട് പണ്ട് കാലത്ത് ജൂതന്മാരുടെ ഇടയിലും ട്രേഡേഴ്സിനിടയിലും ഉണ്ടായിരുന്നു. ക്ലിയർ. അപ്പം ഇങ്ങനെ ഉള്ളത് കൊണ്ട് ഈ ഇട്ടിരിക്കുന്ന അല്ലേ, ഈ ടേബിളിന് നമ്മൾ പറയുന്ന പേരാണ് മണി ചേഞ്ചിങ് ടേബിൾ അല്ലെങ്കിൽ ബെഞ്ച് എന്ന് പറയുക. ഇതിന് പറയുന്ന പേരാണ് ബാങ്ക ഇൻ ഇറ്റലി. ക്ലിയർ. ഓർ ബാങ്ക് ഇൻ ഫ്രഞ്ച്. ക്ലിയർ. അതിൽ നിന്നാണ് പിന്നീട് ബാങ്ക് എന്നുള്ള ടേം ഡിറൈവ് ചെയ്ത് വരുന്നത്. ഓക്കെ, സോ ഇത്തരത്തിൽ ബാങ്കിൽ തന്നെ നമ്മൾ ഇപ്പോഴും അറിയപ്പെടുന്ന ഒരു ടേമാണ് ബാങ്ക്റപ്ഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? പാപ്പരാവുന്ന സമയത്ത് നമ്മൾ പറയുന്ന പേരാണ് ബാങ്ക്റപ്ഷൻ. അതും ഇങ്ങനെയുള്ളൊരു പ്രാക്ടീസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നതാണ്. എങ്ങനെയാണത് വരാനുള്ള കാരണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ട്രേഡേഴ്സിന് അല്ലേ, ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ചില ആളുകളിലെ അവരെന്ത് ചെയ്യുമായിരുന്നു? അവരുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒക്കെ ഏൽപ്പിക്കുമായിരുന്നു. അവർ ഇതെല്ലാം ഈ ബെഞ്ചിലിട്ട് അല്ലേ, ഹീപ്പ് പോലെ അല്ലെ ഒരു കൂമ്പാരം പോലെ ഇട്ട്, ക്ലിയർ, അത് സൂക്ഷിച്ച് അവിടെ വയ്ക്കും. ക്ലിയർ. ആവശ്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഓരോ ആൾക്കാരും ഇവരെ അപ്രോച്ച് ചെയ്യും, അവിടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പോകും, അവരുടെ കൈവശമുള്ള റിസോഴ്സസ് ഇവിടെ ഏൽപ്പിക്കും. ക്ലിയർ. അപ്പോൾ ഇത് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരുടെ കൈവശം ഇത് കൊടുക്കുന്നു, പകരം റെസീറ്റ് പോലെ എന്തെങ്കിലും എഴുതി കൊടുക്കും. അന്ന് പേപ്പറും ഉണ്ടായിരുന്നില്ല, പക്ഷേ മെറ്റലായിട്ടുള്ള അല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു അക്നോളജ്മെൻ്റ് ആയിട്ടാണ് അത് കൊടുക്കുക. ഓക്കെ, എനിവേ അതുകൊണ്ട് അവർ പോകുന്നു. പിന്നീട് അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഈ പൈസ തിരിച്ചു വാങ്ങിക്കാം. ചില സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്ന സമയത്ത്, പൈസ എടുക്കാൻ വരുന്ന സമയത്ത് ഇവരുടെ കൈവശം പൈസ ഇല്ലാതെ വരും.
കടം കൊടുത്ത് തിരിച്ച് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നേരത്തെ കൊടുത്ത് ഇതാവും അല്ലേ. അപ്പോൾ ഇവരുടെ കൈവശം കൊടുത്തിരിക്കുന്ന ആളുകൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അല്ലേ, ഡിപ്പോസിറ്റാണ് ഇവർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ട്രേഡേഴ്സ് ഈ മണി ലെൻഡേഴ്സിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ കൊടുക്കുന്ന എന്താ, ഡിപ്പോസിറ്റാണ്. പൈസ ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് വിഡ്രോ ചെയ്യാൻ വരുന്ന സമയത്ത് പൈസ ഇല്ലെങ്കിൽ എന്താവും, പാപ്പരായി അർത്ഥം. അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും സന്ദർഭത്തിൽ ആരെങ്കിലും ചോദിച്ചു വരുമ്പോൾ, ഓൾറെഡി നിക്ഷേപം കൊടുത്തിട്ടുള്ള ആൾക്കാർ ചോദിച്ചു വരുമ്പോൾ ഇവരുടെ കൈവശം പൈസ ഇല്ലാതെ വരുന്നൊരു അവസരം വരികയാണെങ്കിൽ അവരതുവരെ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ ബെഞ്ചിന് എന്ത് ചെയ്യുമായിരുന്നു, അവർ ബ്രേക്ക് ചെയ്യുമായിരുന്നു, തകർക്കുമായിരുന്നു. അതൊരു പ്രാക്ടീസാണ് അന്നത്തെ കാലത്ത്. ക്ലിയർ. പിന്നീട് ആ ബെഞ്ച് ട്രേഡിങ്ങിന് വേണ്ടിയിട്ടോ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടോ ഉപയോഗിക്കില്ല. ഓക്കെ. അപ്പം അങ്ങനെ റപ്ഷൻ എന്നാണ് അതിന് പറയുക, തകർക്കുന്നതിന് പറയുന്ന പേരാണ് റപ്ഷൻ. ക്ലിയർ. അപ്പം ഈ ബാങ്കിനെ റപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ബാങ്കറപ്ഷൻ. ക്ലിയർ. അപ്പോൾ ബാങ്കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തായിട്ട് പിന്നീട് മാറി, പാപ്പരായിട്ട് മാറുക അല്ലേ, കടം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയ്ക്ക് നമ്മൾ ബാങ്കറപ്സി, പാപ്പരാവുക എന്നൊക്കെ പറയും. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ ആയിട്ട് മാറുന്നു. ഇൻസോൾവൻസി നമ്മൾ പറയുക അല്ലേ, സോൾവൻ്റ് അല്ലാതായിട്ട് മാറുക. അതിന് നമ്മൾ പറയുന്ന വേറൊരു ടേമാണ് ബാങ്കറപ്സി. ക്ലിയർ. ബാങ്കറപ്ഷൻ. ക്ലിയർ. ബാങ്കറപ്ഷൻ എന്നുള്ള ടേം ഒറിജിനേറ്റ് വരുന്നതും ഇത്തരത്തിലുള്ളൊരു പ്രാക്ടീസിൽ നിന്നാണ്. ഓക്കെ. സോ എനിവേ ഇതാണ് ബാങ്കിൻ്റെ മീനിങ് ആയിട്ട് നമ്മൾ വരുന്നത്. അതിൻ്റെ ഒറിജിൻ ടേം, വേർഡ് ഒറിജിനായിട്ട് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ. സോ ഇൻ ഓൾഡൻ ഡേയ്സ് people used it to deposit their resources, coins, clear, or money resources, clear, metal resources, etc., to a trustworthy people, clear, who use it to sit in a bench, clear, where all such resources will be pooled, clear, just like a heap. Okay. Then as and when they require, as and when the people require, depositors require money, clear, it will be distributed to them. Okay. So this practice become, clear, the modern banking practices. Okay. So with the practice, savings were available for the use whenever needed, but അല്ലേ, ഇപ്പോൾ ഈ സേവേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും, അല്ലാത്ത സമയത്ത് സേഫ് കസ്റ്റഡി ആയിട്ട് ചില ആളുകളിൽ എടുത്തു വെക്കാനും പറ്റും. ഇങ്ങനെയുള്ള ഒരു ഏർപ്പാട് പിന്നീട് ബാങ്കിൻ്റെ സർവീസായിട്ട് മാറുന്നു. ക്ലിയർ. സോ പീപ്പിൾ people were in need of a place where money could be saved safely and would be available when required. So banks are such places where people can deposit their savings with the assurance that they will be able to withdraw their money whenever required. Clear. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി, അല്ലാത്ത സമയത്ത് സേവിങ്സിനെ ഒരു ഭാഗത്ത് ഏൽപ്പിക്കാൻ കൊടുക്കുമ്പോൾ അല്ലേ, അങ്ങനെ ഒരു പ്രാക്ടീസ് വരുമ്പോൾ അതിനൊരു പ്ലേസ് ഉണ്ടാകുമ്പോൾ അതിനെന്ത് പറയുന്നു, നമുക്ക് എന്ത് പറയാം, ബാങ്ക് എന്നുള്ള പേരിൽ പറയാം. സോ ഈ പ്രാക്ടീസ് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലേ. നമ്മുടെ ആളുകളുടെ കൈവശം ഇപ്പോഴും പൈസ സേവിങ്സ് ഉണ്ടാകുമ്പോൾ അവരെന്താ ചെയ്യുന്നു, ബാങ്കുകളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു, ആവശ്യമുള്ള സമയത്ത് അവിടെ നിന്ന് വിഡ്രോ ചെയ്യുന്നു. ഓക്കെ. അതുപോലെ തന്നെയാണ് പഴയ കാലത്ത്. ഓക്കെ. അതുപോലെ തന്നെ ചില ആളുകൾക്ക് പൈസ ആവശ്യമായിട്ട് വരുമ്പോൾ, അവരുടെ കൈവശം സേവിങ്സ് ഇല്ലെങ്കിൽ പോലും പൈസ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഇത്തരം പ്ലേസിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ബോറോ ചെയ്യാൻ പറ്റും അല്ലേ, കടം വാങ്ങിക്കാൻ പറ്റും, തിരിച്ചു കൊടുക്കാം എന്നുള്ള വ്യവസ്ഥയിൽ കടം വാങ്ങിക്കാം. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബോറോയിങ്, ലോൺസ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ലോൺസും അവൈലബിൾ ആണ്. ഇങ്ങനെ ചെയ്യുന്ന പ്ലേസസും ബാങ്കുകളായിട്ട് പറയും അല്ലേ. അപ്പോൾ ബാങ്കുകളുടെ പ്രത്യേകമായിട്ടുള്ള പ്രത്യേകത എന്താണ്, സോ ദേ അക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം ദി പബ്ലിക് ആൻഡ് ലെൻഡ് മണി. ഓക്കെ. പബ്ലിക്കിൽ നിന്നും പൈസകൾ വാങ്ങിക്കുകയും ഡിപ്പോസിറ്റായിട്ട് വാങ്ങിക്കുകയും ആ വാങ്ങിച്ച പൈസ ഉപയോഗിച്ചുകൊണ്ട് ലെൻഡിങ് ചെയ്യുക അല്ലേ, കടങ്ങൾ കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഏജൻസി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, പ്ലേസ്, ഇതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം, ബാങ്ക് എന്ന് പറയാം. സോ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് മണി ആൻഡ് ക്രെഡിറ്റ്. ക്യാഷും ക്രെഡിറ്റും അല്ലേ ഡീൽ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് ബാങ്ക്. സോ ഇറ്റ് അക്സെപ്റ്റ് ഡിപ്പോസിറ്റ്സ്
and lends money to those who are needed. അല്ലേ? ആരെന്നാ ഡിപ്പോസിറ്റ് വാങ്ങിക്കുക? സേവേഴ്സ്. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്കറിയാം ഇൻകം കിട്ടി, ക്ലിയർ. ആ ഇൻകത്തിൽ നിന്നും കൺസംഷൻ ചെയ്ത് ബാക്കി വന്നതിന് നമ്മൾ സേവിങ്സ് എന്ന് പറയും. അപ്പോൾ കുറേ ആൾക്കാരുടെ കൈവശം ഈ സേവിങ്സ് ഉണ്ടാവും, ക്ലിയർ. പക്ഷെ വേറെ ചില ആളുകൾക്ക് എന്ത് ആവശ്യമുണ്ട്? അതിൻ്റെ ആവശ്യമുണ്ട്. ഇവരെ നമ്മൾ യൂസേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ സേവേഴ്സിൻ്റെ കയ്യിൽ പൈസയുണ്ട്, ക്ലിയർ. ഈ പൈസ ഇവരുടെ കൈവശമാണ്, ഈ പൈസ തീരെ ഇല്ല, ക്ലിയർ. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഈ യൂസേഴ്സിനെ അത് ഉപയോഗിക്കേണ്ട ആവശ്യക്കാർ ഇവരാണ് നീഡി പേഴ്സൺസ്, ക്ലിയർ. ബോറോവേഴ്സ് എന്ന് നമുക്ക് പറയാം. ഇവരാണ് ഡിപ്പോസിറ്റേഴ്സ് അല്ലെങ്കിൽ സേവേഴ്സ്. ഇവരുടെ കൈവശം പൈസ ഉണ്ട്, ഇവരുടെ കൈവശം പൈസ ഇല്ല. ഇവർക്ക് പൈസ ആവശ്യമില്ല, ഇവർക്ക് പൈസ ആവശ്യമുണ്ട്. അപ്പം എന്ത് ചെയ്യണം? പൈസ കൈവശമുള്ളവരിൽ നിന്നും ആവശ്യമുള്ള ആളുകളിലേക്ക് പൈസ എത്തിക്കണം. അപ്പം നമുക്കൊരു ഇൻ്റർമീഡിയറി വേണം. ആരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ? ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കാൻ. ഈ ഇൻ്റർമീഡിയറിയാണ് ആര്? ബാങ്ക്. സോ ക്ലിയർ. സോ ബാങ്ക് ആക്ട് ആസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് യൂസേഴ്സ്, ക്ലിയർ. അവിടെ ബാങ്ക് എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറിലൂടെ സേവേഴ്സിന് അവരുടെ ഫണ്ട്, ക്ലിയർ, കൊടുക്കാനും യൂസേഴ്സിന് അവിടെ നിന്നും ഫണ്ട് ലഭിക്കാനും ഇടയാവും, ക്ലിയർ. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർമീഡിയറി ഓർഗനൈസേഷനായിട്ട് ബാങ്കുകൾ പ്രവർത്തിക്കുന്നു. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രൊവൈഡ് എ ക്ലിയർ കട്ട് ഡെഫിനേഷൻ ഓഫ് ബാങ്ക്. ബാങ്കിനെ പല ആൾക്കാരും പല രീതിയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിഫോം ഡെഫിനേഷൻ നമുക്ക് പറയാൻ പറ്റില്ല, ക്ലിയർ. സോ മോഡേൺ ബാങ്കിങ്, ക്ലിയർ, ഈസ് പെർഫോമിങ് നമ്പർ ഓഫ് ഫങ്ഷൻ. അതുകൊണ്ട് തന്നെ ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ പല ആൾക്കാരും ഡിഫൈൻ ചെയ്യുമ്പോൾ ഓരോരോ തരത്തിലായിരിക്കും ഡെഫിനേഷൻസ് വരിക. ഓക്കെ, 1-2 ഡെഫിനേഷൻ ജസ്റ്റ് വേണമെങ്കിൽ നോക്കി പോകാം, ക്ലിയർ. ഹെർബർട്ട് ഹാർട്ട് ഡിഫൈൻ ചെയ്യുന്നത് ബാങ്കർ ഈസ് എ പേഴ്സൺ ഓർ എ കമ്പനി ക്യാരിയിങ് ഓൺ ദി ബിസിനസ് ഓഫ് റിസീവിംഗ് മണി ആൻഡ് കളക്ടിങ് ഡ്രാഫ്റ്റ് for customers subject to the obligation of honoring the check drawn upon him from time to time by customers up to the amount available to their customers accounts. ഇപ്പോൾ ഇവിടെ ഹേർട്ടിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമേഴ്സ്, ക്ലിയർ, അവരുടെ കൈവശം നിന്നും പൈസകൾ റിസീവ് ചെയ്യുകയും, ക്ലിയർ, അവർക്ക് ആവശ്യമുള്ള സമയത്ത്, ക്ലിയർ, തിരിച്ചു കൊടുക്കാനുള്ളൊരു ഓബ്ലിഗേഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു. അവരാവശ്യപ്പെടുന്നത് എന്തിലൂടെയാണ്? ചെക്കുകൾ വഴി, ഡ്രാഫ്റ്റുകൾ വഴി, ക്ലിയർ. ഇങ്ങനെ പൈസ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കാനുള്ള ഓബ്ലിഗേഷനുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ ബാങ്കുകൾ എന്ന് പറയാം. അതുപോലെ തന്നെ ജോൺ പാജറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ബാങ്ക് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വിച്ച് ടേക്സ് ഡിപ്പോസിറ്റ്സ്, കറണ്ട് അക്കൗണ്ട്, ഇഷ്യൂസ് ആൻഡ് പേ ചെക്സ് ആൻഡ് കളക്ട്സ് ചെക്ക് ഫോർ ദ കസ്റ്റമേഴ്സ്. ഇവിടെയും ഫങ്ഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പറയുന്നത്. ബാങ്ക് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു? കറണ്ട് ഡിപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു. കറണ്ട് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കാനും വാങ്ങിക്കാനുള്ള അക്കൗണ്ടുകൾ, ക്ലിയർ, മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ഇഷ്യൂസ് ആൻഡ് പേ ചെക്സ്, ചെക്കുകൾ ഇഷ്യൂ ചെയ്യുകയും വരുന്ന ചെക്കുകൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യുന്നു. കളക്ട്സ് ചെക്സ്, കസ്റ്റമർക്ക് വേണ്ടി ചെക്കുകളൊക്കെ കളക്ട് ചെയ്യുക, അല്ലേ, അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുക, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നതാണ് ബാങ്ക്. ക്രൗദർ ഡിഫൈൻ ചെയ്യുന്നത് എ ബാങ്ക് കളക്ട്സ് മണി ഫ്രം ദോസ് ഹു have to spare or who saves it and lends their money to those who require it. Clear? സേവേഴ്സിൽ നിന്നും പൈസ കളക്ട് ചെയ്ത് ആവശ്യമുള്ള ആളുകൾക്ക് പൈസ എത്തിക്കുന്ന ഓർഗനൈസേഷനാണ് ബാങ്ക് എന്ന് ക്രൗദർ പറയുന്നത്. ഇങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ ബാങ്കിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അതുപോലെ ബാങ്ക് ഈസ് എ മാനുഫാക്ചർ ഓഫ് ക്രെഡിറ്റ്സ് ആൻഡ് എ മെഷീൻ ഓഫ് ഫെസിലിറ്റേറ്റിംഗ് എക്സ്ചേഞ്ച് എന്ന് ക്ലിയർ ഹൊറൈസ് വൈറ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, പല രീതിയിലുള്ള ഡെഫിനേഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചിട്ട്, ക്ലിയർ, ഇന്ത്യയിലുള്ള ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അനുസരിച്ച് ഒരു ബാങ്കിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ചുള്ള ഒരു ബാങ്ക് എന്നുള്ള ഡെഫിനേഷൻ? സോ അത് പറയുന്നത് ഇതാണ്: accepting for the purpose of lending or investment of deposits of money from public or repayable on demand or otherwise
will and withdrawal by check, draft, order or otherwise. So this is a legal definition, clear, given under the Banking Regulation Act of 1949. Clear? So ഇതിനെ ജസ്റ്റ് നമുക്ക് നോക്കി പോവാം. Clear? എന്താണത്? Banker is a person, banking or banker is a person who transacts in the banking business. ബാങ്കിങ് ബിസിനസ് ചെയ്യുന്ന ആളുകളെ ബാങ്കർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആരാണ് ബാങ്കർ എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നത്. ക്ലിയർ? ബാങ്കർ മീൻസ് accepting, bank means accepting for the purpose of lending. Accepting what? Deposits. Clear? പബ്ലിക്കിൽ നിന്ന് ഡിപ്പോസിറ്റ്സ് വാങ്ങിക്കുകയും അല്ലെ എന്തിനു വേണ്ടിയിട്ടാ? ലെൻഡ് ചെയ്യുക. എന്താ ലെൻഡ് ചെയ്യുക പറഞ്ഞാൽ കടം കൊടുക്കുക. ക്ലിയർ? ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ലെൻഡിങ് ചെയ്യുന്നു, മിച്ചമുള്ളതിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ക്ലിയർ? ഇങ്ങനെയുള്ള ഡിപ്പോസിറ്റ്സിന്. ദെൻ റീപേബിൾ ഓൺ ഡിമാൻഡ്. ഈ വാങ്ങിച്ചിരിക്കുന്ന ഡിപ്പോസിറ്റ്സ് എന്ത് ചെയ്യും? വിൽ ബി റീപെയ്ഡ് ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ്. എന്താ ഓർ അതർവൈസ്? ഇപ്പോൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചോദിച്ചുടനെ പൈസ കൊടുക്കില്ല, അതിൻ്റെ മെച്യൂരിറ്റി കഴിഞ്ഞിട്ട്. ക്ലിയർ? ആൻഡ് വിഡ്രോവൽ ബൈ ചെക്ക്. എങ്ങനെ പിൻവലിക്കാം പൈസകൾ? ചെക്ക് ഉപയോഗിച്ച് പിൻവലിക്കാം, ഡ്രാഫ്റ്റ് ഉപയോഗിച്ച് പിൻവലിക്കാം, ഓർ ഓർഡർ അല്ലേ, ബാങ്കിനെ ഇൻസ്ട്രക്ട് ചെയ്തിട്ട് പിൻവലിക്കാം, ഓർ അതർവൈസ്. അങ്ങനെ പല മെഷേഴ്സ് ഉണ്ട്, മെത്തേഡ് ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടെ വരുന്ന ഒരു കോംപ്രഹെൻസീവ് ലീഗൽ ഡെഫിനേഷൻ ആയിട്ടാണ് ബാങ്കിനെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബാങ്ക്. ഒരു ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട ചില ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? നമ്പർ 1, ഡീലിംഗ് ഇൻ മണി. So bank is an institution which deals in money, currency. Clear? അപ്പോൾ മോണിറ്ററി റിസോഴ്സസ് മാനേജ് ചെയ്യുന്ന, ട്രാൻസാക്ട് ചെയ്യുന്ന, ഡീൽ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ് ബാങ്ക്. ഇൻഡിവിജ്വൽ ഓർ ഫേം ഓർ എ കമ്പനി. ഒരു ബാങ്ക് ആരാവാം? മേ ബി എൻ ഇൻഡിവിജ്വൽ അല്ലേ. നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇൻഡിവിജ്വലാണ്, മണി ലെൻഡേഴ്സ് അല്ലേ, ഇൻഡിജിനസ് ബാങ്കേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. ഈ രീതിയിൽ വ്യക്തികൾ തന്നെ ബാങ്കിങ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽസ് ആവാം, ഫേമുകളായിട്ട് ആവാം, കമ്പനി ഫോം ഓഫ് അണ്ടർടേക്കിംഗ് ബാങ്കായിട്ട് ചെയ്യാം. ക്ലിയർ? അപ്പം അങ്ങനെ ബാങ്ക് പല രീതിയിലും ഓർഗനൈസ് ചെയ്യപ്പെടാറുണ്ട്. ക്ലിയർ? ഇൻഡിവിജ്വലായിട്ട് അല്ലേ, ഇൻഡിവിജ്വൽ ഓർഗനൈസേഷനായിട്ടോ ഫേമുകളായിട്ടോ കമ്പനികളായിട്ടൊക്കെ ഓർഗനൈസ് ചെയ്യപ്പെടാം. സോ മേ ബി എ പേഴ്സൺ ഓർ എ ഫേം ഓർ എ കമ്പനി. ഓക്കെ. So banking company means which is doing the banking, clear, business of banking. Banking ചെയ്യുന്ന കമ്പനികൾ ബാങ്കിങ് കമ്പനി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ് വേറൊരു ഫീച്ചറാണ് അല്ലേ. ബാങ്കുകൾ എന്ത് ചെയ്യുന്നു? ദേ അക്സെപ്റ്റ് ഡിപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്. ക്ലിയർ? പബ്ലിക്കിൽ നിന്നും ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നു. എന്ത് ഡിപ്പോസിറ്റോ? അപ്പോൾ അതിന് പലതരത്തിലുള്ള ഡിപ്പോസിറ്റ് ഉണ്ട് അല്ലേ. അത് നമുക്ക് പിന്നീട് പഠിക്കും. എങ്കിലും എന്തൊക്കെയാണ്? കറണ്ട് ഡിപ്പോസിറ്റ് നമ്മൾ പറയും, സേവിങ് ഡിപ്പോസിറ്റ് എന്ന് പറയും, ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് പറയും, റിക്കറിങ് ഡിപ്പോസിറ്റ്സ് എന്ന് പറയും. ക്ലിയർ? ഇങ്ങനെ പല രീതിയിലും അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ വേരിയൻസ് ഒക്കെ ആയിട്ട് വരാം. ക്ലിയർ? സോ കറണ്ട് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, സേവിങ്സ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, റിക്കറിങ് ഡിപ്പോസിറ്റ് അക്കൗണ്ട്. ക്ലിയർ? ഇങ്ങനെയുള്ള ഡിപ്പോസിറ്റുകളൊക്കെ സ്വീകരിക്കുന്നു. ക്ലിയർ? കറണ്ട് ഡിപ്പോസിറ്റ് ആണെങ്കിൽ എപ്പോൾ ആവശ്യപ്പെടുന്നു ആ സമയത്ത് പൈസ തിരിച്ചു കൊടുക്കണം. ക്ലിയർ? കറണ്ട് അക്കൗണ്ടായിട്ടാണ് വരിക. സേവിങ്സ് ഡിപ്പോസിറ്റ് ആകുമ്പോൾ സേവിങ്സ് മൈൻഡോടുകൂടിയാണ് ചെയ്യുക അല്ലേ. വിഡ്രോ ചെയ്യുന്ന ചെറിയ റെസ്ട്രിക്ഷൻ ഉണ്ട്. ക്ലിയർ? അതും എപ്പോൾ വേണമെങ്കിൽ പിൻവലിക്കാം, പക്ഷേ ചെറിയ റെസ്ട്രിക്ഷനോടുകൂടി പിൻവലിക്കാൻ പറ്റുന്നു. ഫിക്സഡ് ഡിപ്പോസിറ്റ് നിശ്ചിത കാലയളവിലേക്ക് നിക്ഷേപിക്കുന്നതാണ്. റിക്കറിങ് ഡിപ്പോസിറ്റ് എന്താ? ഒരു നിശ്ചിത പീരീഡ് വീതം തവണകളായിട്ട് ക്ലിയർ റെഗുലറായിട്ട് അടച്ചു വരുന്നത്, മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ആയിട്ട് റെഗുലറായിട്ട് അടയ്ക്കുന്ന ഡിപ്പോസിറ്റാണ് റിക്കറിങ് ഡിപ്പോസിറ്റ്സ്. ഓക്കെ. ദെൻ ഗിവിങ് അഡ്വാൻസസ്. ഈ ഡിപ്പോസിറ്റിൻ്റെ പൈസ ഉപയോഗിച്ചുകൊണ്ട് എന്ത് കൊടുക്കുന്നു? ലെൻഡിങ് ചെയ്യുന്നു, അഡ്വാൻസസ് കൊടുക്കുന്നു, കടം കൊടുക്കുന്നു. ക്ലിയർ? സോ ലെൻസ് ഔട്ട് മണി ഇൻ ദ ഫോം ഓഫ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ക്ലിയർ? ലോൺസ് തന്നെ എങ്ങനെയൊക്കെ ആവാം? ക്യാഷ് ക്രെഡിറ്റ് ആവാം, ഓവർ ഡ്രാഫ്റ്റ് ആവാം. ക്ലിയർ? ഓക്കെ. അതുപോലെ തന്നെ ലോൺസ് ആവാം. ക്ലിയർ? ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് ആവാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ലെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇതൊക്കെ ഈ രീതിയിലൊക്കെ അഡ്വാൻസസ് കൊടുക്കുന്നു.
പേയ്മെൻറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഫീച്ചറാണ്. പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോവൽ. ക്ലിയർ? എങ്ങനെയാണ് പേയ്മെൻറ്റും വിഡ്രോവലും നടക്കുന്നത്? സോ എ ബാങ്ക് പ്രൊവൈഡ്സ് ഈസി പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോവൽ ഫെസിലിറ്റി ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ് ഇൻ ദ ഫോം ഓഫ് ചെക്ക് ആൻഡ് ഡ്രാഫ്റ്റ്. ക്ലിയർ? അടയ്ക്കുന്നതിന് വേണ്ടി, വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ചെക്ക്, ഡ്രാഫ്റ്റൊക്കെ ഉപയോഗിക്കാം നമുക്ക്. ക്ലിയർ? അപ്പോൾ നമുക്ക് വേറൊരാൾക്ക് പൈസ കൊടുക്കാണ്ടെന്ന് വിചാരിക്കുക, നമുക്ക് വേണമെങ്കിൽ ചെക്ക് ഇഷ്യൂ ചെയ്യാം. ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ആൾക്ക് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ചെക്കിൻ്റെ പൈസ കിട്ടും. ക്ലിയർ? അതല്ല, ഒരു ഡ്രാഫ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുക. അതിന് നമ്മൾ പറയുന്ന പേരാണ് DD, അല്ലേ? ഡിമാൻഡ് ഡ്രാഫ്റ്റ്. ക്ലിയർ? പൈസ കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് ഒരു ഡിമാൻഡ് ഡ്രാഫ്റ്റ് തരും. ക്ലിയർ? ഇതാരാണോ അവിടെ കൊണ്ടുപോയിട്ട് ബാങ്കിൽ കൊണ്ട് കൊടുക്കുന്നത് അവർക്ക് പൈസ കൊടുക്കും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഡ്രാഫ്റ്റ് വഴി, ചെക്ക് വഴിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നു? എമൗണ്ട് പിൻവലിക്കാൻ പറ്റുന്നു. സോ ഇറ്റ് ഈസ് ഓൾസോ ബ്രിങ്സ് ബാങ്ക് മണി ഇൻ സർക്കുലേഷൻ. ക്ലിയർ? സോ ദിസ് മണി ഈസ് ഇൻ ദ ഫോം ഓഫ് ചെക്ക്, ഡ്രാഫ്റ്റ്, എക്സെട്രാ. ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസ്. ബാങ്കുകൾ എന്തുകൂടെ ചെയ്യുന്നുണ്ട്? സോ ദേ പ്രൊവൈഡ് ഏജൻസി സർവീസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. ഒരു കസ്റ്റമറുടെ ഏജൻ്റ് എന്ന നിലയിൽ, ക്ലിയർ, കസ്റ്റമേഴ്സിന് എന്ത് നൽകുന്നു? സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്ത് സർവീസാണ്? കസ്റ്റമറുടെ ബില്ലുകൾ പേയ്മെൻറ്റ് ചെയ്യുന്നു. ക്ലിയർ? കസ്റ്റമറുടെ ഇൻവോയ്സസ് പേയ്മെൻറ്റ് ചെയ്യുന്നു. കസ്റ്റമേഴ്സിന് വേണ്ടി റെമിറ്റൻസ് ചെയ്യുന്നു. ചെക്കുകൾ ഹോണർ ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ? ഇതൊക്കെ ഏജൻസി സർവീസുകളാണ്. ക്ലിയർ? അതുപോലെ ജനറൽ യൂട്ടിലിറ്റി സർവീസ് ഉണ്ട്. എന്താ ജനറൽ യൂട്ടിലിറ്റി സർവീസ്? പബ്ലിക്കിന് എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്ന സർവീസ്, അല്ലേ? നമുക്കിപ്പോൾ ഒരു DD വേണം, നമുക്ക് അക്കൗണ്ട് ഇല്ലെങ്കിലും ബാങ്കിൽ പോയിട്ട് ഒരു DD വാങ്ങിക്കാം. ക്ലിയർ? അങ്ങനെ ഉള്ള ട്രാവലേഴ്സ് ചെക്ക്, അല്ലെങ്കിൽ DD, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, ക്ലിയർ, ഫണ്ട് ട്രാൻസ്ഫർ, അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തെടുക്കുന്നതിന് ജനറൽ യൂട്ടിലിറ്റി സർവീസസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതും ബാങ്കുകളുടെ ഒരു പ്രധാനപ്പെട്ട സർവീസാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫീച്ചർ ഓഫ് ബാങ്കായിട്ട് നമുക്ക് പറയാം. ക്ലിയർ? ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് സർവീസ് ഓറിയൻറ്റേഷൻ. ഒരു ബാങ്കിങ് ആക്ടിവിറ്റി എന്തിനു വേണ്ടി ചെയ്യുന്നു? സോ ഇൻ ജനറലി സ്പീക്കിംഗ്, അല്ലേ, പ്രോഫിറ്റ് ആൻഡ് സർവീസ് ഓറിയൻറ്റേഷൻ ബാങ്കുകൾ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. പ്രോഫിറ്റിനെ എയിം ചെയ്തിട്ടും ചെയ്യുന്നു, സർവീസിനെ ഓറിയൻറ്റ് ചെയ്തിട്ടും ചെയ്യും. ക്ലിയർ? ഇപ്പോൾ പ്രൈവറ്റ് സെക്ടർ ബാങ്കൊക്കെ ആകുമ്പോൾ പ്രോഫിറ്റിനെയാണ് എയിം ചെയ്യുക. പബ്ലിക് സെക്ടർ ബാങ്കൊക്കെ ആകുമ്പോൾ സർവീസിനെ എയിം ചെയ്യുന്നു. കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ ആണെങ്കിലും സർവീസിനെ എയിം ചെയ്യുന്നു. ക്ലിയർ? സോ ബാങ്ക് ഈസ് എ പ്രോഫിറ്റ് സീക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാവിങ് സർവീസ് ഓറിയൻറ്റഡ് അപ്രോച്ച്. ജനറലി മറ്റുള്ള ഓർഗനൈസേഷനെ പോലെ വളരെ കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ബാങ്കിനില്ല. പകരം എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ തന്നെ സർവീസ് ഓറിയൻറ്റേഷനാണ് അതിൻ്റെ സമീപനം. ക്ലിയർ? ആളുകൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അതിനോടൊപ്പം ലാഭം ഉണ്ടാക്കുക. ക്ലിയർ? ദെൻ എവർ ഇൻക്രീസിങ് ഫങ്ഷൻ. ബാങ്കിൻ്റെ ഫങ്ഷനൊക്കെ എന്ത് ചെയ്യാണ്? ഓരോ കാലഘട്ടങ്ങൾ കഴിയുമ്പോഴും അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്ലിയർ? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഡൈനാമിക്കാണ്. ക്ലിയർ? എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? കാരണം നമുക്കറിയാം, ഒരു മോഡേൺ ബാങ്കിങ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലേ, പണ്ട് കാലത്തുണ്ടായിരുന്ന ബാങ്കിങ് സർവീസിൽ നിന്ന് വളരെ വളരെ വ്യത്യാസമായിട്ടുള്ള ബാങ്കിങ് സർവീസാണ് ഇപ്പോൾ ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ? ഇപ്പോൾ നേരത്തെ ആണെങ്കിൽ ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുക, ലെൻഡ് ചെയ്യുക, അത് മാത്രമായിരുന്നു. ഇപ്പോഴാണെങ്കിലോ ഒട്ടനവധി ഏജൻസി സർവീസുകളും ജനറൽ യൂട്ടിലിറ്റി സർവീസും ഉണ്ട്. ക്ലിയർ? അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഡിപ്പോസിറ്റ്സ് എന്ന വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ക്ലിയർ? ട്രാൻസാക്ഷനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഓട്ടോമേറ്റഡ് ഫോമായിട്ട് മാറിയിട്ടുണ്ട്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, അല്ലേ, അങ്ങനെയുള്ള പ്ലാസ്റ്റിക് മണി, വെർച്വൽ മണി. ക്ലിയർ? ഇൻ്റർനെറ്റ് ബാങ്കിങ്. ക്ലിയർ? ATM. ക്ലിയർ? ഇലക്ട്രോണിക് ട്രാൻസ്ഫർ. അങ്ങനെ ഒട്ടനവധി ഫെസിലിറ്റീസും ഫങ്ഷൻസും ഒക്കെ ബാങ്കിൻ്റെ കേസിൽ വരുന്നു. അതുപോലെ ബാങ്കുകൾ സ്റ്റോക്ക് ബ്രോക്കറായിട്ട് പ്രവർത്തിക്കുന്നു, ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ക്ലിയർ? DPs എന്ന് പറയും. ക്ലിയർ? സെക്യൂരിറ്റി ഒക്കെ ഇലക്ട്രോണിക് ഫോമിൽ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. ക്ലിയർ? അതുപോലെ മറ്റുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ യൂണിറ്റുകൾ ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ഓക്കെ, ഇങ്ങനെ പല രീതിയിലും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിലെടുത്താലും, മാർക്കറ്റിൻ്റെ കേസിലെടുത്താലും, ക്ലിയർ, ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ കേസിലെടുത്താലും, ഫോറിൻ എക്സ്ചേഞ്ച് ഡീൽ ചെയ്യുന്നതിൻ്റെ കാര്യത്തിലായാലും ഒക്കെ ബാങ്കുകൾക്ക് പങ്കുണ്ട്. അപ്പോൾ ഒരു ഫങ്ഷനൊക്കെ വൈഡൻ ചെയ്ത് വരികയാണ്. ക്ലിയർ? എക്സ്പോർട്ട്, ഇമ്പോർട്ട് ഒക്കെ ആയിട്ട് മാറുന്നു. ക്ലിയർ? ലോങ് ടേം, ഷോർട്ട് ടേം, മീഡിയം ടേം ഒക്കെ ആയിട്ട് ലെൻഡിങ് വരുന്നു. ഡിപ്പോസിറ്റ്സും പല ടെന്യൂറിലായിട്ട് മാറുന്നു. ഇങ്ങനെ എവർ ഇൻക്രീസിങ് ഫങ്ഷൻ, സർവീസസും ആക്ടിവിറ്റിയും ഫങ്ഷനൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ലിയർ?
connecting link. Okay. So bank act as a connecting link between borrowers and lenders. നേരത്തെ പറഞ്ഞ പോലെ അല്ലേ, ഒരു ഭാഗത്ത് ബോറോവേഴ്സ് ഉണ്ട്, കടം വാങ്ങിക്കുന്ന ആൾക്കാർ, വേറൊരു ഭാഗത്ത് ലെൻഡേഴ്സ് ഉണ്ട്. ക്ലിയർ? ആരാണ് ലെൻഡേഴ്സ്? ഇവർ സേവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരാരാണ്? യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ക്ലിയർ? ഇവർ തമ്മിൽ എന്ത് ചെയ്യണം? ബന്ധിപ്പിക്കണം. ബന്ധിപ്പിക്കണം എന്ത് വേണം? നമുക്കൊരു ഇൻ്റർമീഡിയറ്റ് വേണം, കണക്റ്റിംഗ് ലിങ്ക് വേണം അല്ലേ. ഇവിടെ കൈവശം എന്തുണ്ട്? സർപ്ലസ് പൈസയുണ്ട്. ക്ലിയർ? ഇവിടെ കൈവശം എന്തില്ല? പൈസ ഇല്ല. അപ്പോൾ ഇവർക്കാണ് പൈസ ആവശ്യം. അപ്പം എന്ത് ചെയ്യണം? ഇവിടെ ഉള്ള പൈസ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നേരിട്ട് അറിയോ? അറിയില്ല. അപ്പം എന്ത് ചെയ്യുന്നു? ബാങ്കിലൂടെയാണ് അത് നടക്കുന്നത്. ക്ലിയർ? അപ്പം അതുകൊണ്ട് സോ ബാങ്ക് ഈസ് an interlink. Clear? Connecting link between savers and users. Clear? Borrowers and lenders. Okay. So bank collects money from those who are having surplus money, that is called depositors, and lent to the borrowers. Then banking business. So a bank's main activity should be to do banking business. Clear? And should not be subsidiary to any other business. Clear? സാധാരണ ബാങ്കുകൾ എന്ത് ചെയ്യാറില്ല? മറ്റുള്ള ബിസിനസ് ട്രേഡിംഗ് ആക്ടിവിറ്റി ചെയ്യാൻ പാടില്ല. ക്ലിയർ? ചെയ്യാറില്ല. എന്താ കാരണം? ബാങ്കിന് ബാങ്കിങ്ങിൻ്റെ ആയിട്ടുള്ള ബിസിനസ് ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ മാനുഫാക്ചറിങ് ട്രേഡിംഗ് എന്നുള്ള ആക്ടിവിറ്റി അവർ ചെയ്യാറില്ല. ഇൻസ്റ്റഡ് ദേ വിൽ കോൺസെൻട്രേറ്റഡ് ഓൺ ബാങ്കിങ്. എന്താണ് അപ്പോൾ ബാങ്കിങ് ബിസിനസ്? അക്സെപ്റ്റിംഗ് ആൻഡ് ലെൻഡിങ് ഡിപ്പോസിറ്റ്. ക്ലിയർ? അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ലെൻഡിങ് മണി. ക്ലിയർ? ദെൻ ഏജൻസി സർവീസും ജനറൽ യൂട്ടിലിറ്റി സർവീസും പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ? ഇതെല്ലാമാണ് ബാങ്കിങ് ബിസിനസ് എന്ന് പറയുക. അപ്പം ഇതൊക്കെയാണ് അല്ലേ ഫീച്ചേഴ്സ്. ദെൻ യുണീക്ക്നെസ്. ബാങ്കിൻ്റെ വേറൊരു ഫീച്ചറാണ് യുണീക്ക്നെസ്. സോ എ ബാങ്ക് ഷുഡ് ബി ആൾവേസ് ആഡ് ദ വേർഡ് ബാങ്ക് ടു ഇറ്റ്സ് നെയിം. ക്ലിയർ? ഒരു ബാങ്കിനെ, ഒരു കമ്പനി അല്ലേ, കമ്പനിയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? എൻ്റെ വേർഡിനോടൊപ്പം അല്ലേ, അത് ലിമിറ്റഡ് ആണെങ്കിൽ ലിമിറ്റഡ് LTD ചേർക്കാറുണ്ട് അല്ലേ. ഇവിടെയും ബാങ്കുകൾക്കും LTD ചേർക്കാറുണ്ട്. കാരണം അതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കമ്പനീസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ക്ലിയർ? ബാങ്കുകളായിട്ട്. പക്ഷേ ഒരു ബാങ്കിനെ ബാങ്കായിട്ട് അറിയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അവർ ബാങ്ക് എന്നുള്ള ടേം അവർക്ക് യൂസ് ചെയ്യാം. ക്ലിയർ? അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI അല്ലേ. ഇപ്പോൾ ഇവിടെ ബാങ്ക് എന്നുള്ള ടേം വരുന്നത് ഇന്ത്യൻ ബാങ്ക് അല്ലേ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ UBI, കനറ ബാങ്ക്. ക്ലിയർ? ഇങ്ങനെ ബാങ്ക് എന്നുള്ള ടേം അവരുടെ പേരിനോടൊപ്പം ചേർക്കാം. ക്ലിയർ? അപ്പോൾ അത് ബാങ്കാണ് നമുക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ സോ ഇറ്റ് ഈസ് എ യുണീക്ക് ഫീച്ചർ ഓഫ് എവറി ബാങ്ക് ദാറ്റ് സോ ഇറ്റ് യൂസസ് ദ വേർഡ് ബാങ്ക് ഇൻ ഇറ്റ്സ് നെയിം. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ചില പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാങ്ക്.